മൂന്നാം മോദി സർക്കാർ ഡിഫൻസ് സെക്ടറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഉറപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ 10 മുതൽ 20% ഉയർന്നു. പ്രധാന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിയാൽ അസ്ട്ര മൈക്രോ 4%, അവന്റൽ 16%, ഭാരത് ഡൈനാമിക്സ് 6%, ഭാരത് ഇലക്ട്രോണിക്സ് 2.8%, ഭാരത് ഫോർജ് 4.8%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 5.7%, ഡേറ്റാ പാറ്റേൺ 7.3%, DCX 11%, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 1%, ഐഡിയ ഫോർജ് ടെക്നോളജി 9%, കെയ്ൻസ് ടെക്നോളജി 2%, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ 14%, എംഡാർ ടെക്നോളജി 2%, പാരസ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് 20%, പ്രീമിയർ എക്സ്പ്ലോസീവ് ഫ്ലാറ്റ് ക്ലോസിംഗും സോളാർ ഇൻഡസ്ട്രീസ് 1.47% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്നാഥ് സിംഗ് തന്നെയാണ് തുടർച്ചയായി 3ാമത്തെ പ്രാവശ്യവും ഡിഫൻസ് മിനിസ്റ്ററായി തുടരുന്നത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ ഡിഫൻസ് എക്സ്പോർട്ട് 50,000 കോടിക്ക് മുകളിൽ എത്തിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും എന്നുള്ള ഡിഫൻസ് മിനിസ്റ്ററുടെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം 21,000 കോടിയാണ്. വരുന്ന 5 വർഷത്തിനുള്ളിൽ 50,000 കോടി എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുക. ഇതോടൊപ്പം തന്നെ ആത്മനിർഭർ ഭാരത് സ്ട്രോങ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കും. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിലെ ഡിഫൻസ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കമ്പനികളിലെല്ലാം തന്നെ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യ 85ഓളം രാജ്യങ്ങൾക്ക് കൊളാബറേറ്റീവ് ബേസിസിൽ ഡിഫൻസ് ഐറ്റങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമൂറ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം 2032 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് $138 ബില്യൺ മുകളിലേക്ക് എത്തിയേക്കും. ഇത് പ്രധാനമായും ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഡിഫൻസ് ടെക്നോളജി, സർവീസ് തുടങ്ങിയ സെക്ടറിൽ നിന്നായിരിക്കും ഇന്ത്യയുടെ എക്സ്പോർട്ട് $138 ബില്യൺ മുകളിലേക്ക് കടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഡിഫൻസ് ബഡ്ജറ്റ് എക്സ്പാൻഷൻ, ഡിഫൻസ് എക്സ്പോർട്ട് എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ഇന്ത്യൻ ഡിഫൻസും ഇപ്പോഴൊരു ട്രാൻസിഷൻ ഫേസിലാണ്. 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യയുടെ ഡിഫൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 37% ഉയർന്നേക്കും. ഇപ്പോഴത്തെ ഡിഫൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 29% മാത്രമാണ്. കഴിഞ്ഞ ഇൻറ്ററിം ഡിവിഡൻഡിൽ $74.8 ബില്യൺ ഡിഫൻസ് സെക്ടറിന് വേണ്ടി വകയിരുത്തിയത്. ഈ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഈ അലോക്കേഷൻ ഉയരാൻ സാധ്യതയുണ്ട്. $74.8 ബില്യൺ ഡിഫൻസ് സെക്ടറിൽ അലോക്കേറ്റ് ചെയ്തതിൽ ഏകദേശം $12 ബില്യൺ ഡിഫൻസ് റിസർച്ച് ആൻഡ് എക്യുപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി DRDO എന്ന ഓർഗനൈസേഷനാണ് നൽകിയിരിക്കുന്നത്. ഡിഫൻസ് സെക്ടറിൽ IPO പ്രൈസിനേക്കാൾ അതായത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസം പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് 20% അപ്പർ സർക്യൂട്ടിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ഓർഡർ ബുക്ക് 4 ഇരട്ടിയായി അല്ലെങ്കിൽ 4 മടങ്ങ് വർദ്ധിക്കും എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയാണ്. 600 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത്. ഇത് 2,500 കോടിയായി ഉയരും എന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. ഏകദേശം 1,500 കോടിയുടെ ഓർഡർ പൈപ്പ് ലൈനിലാണ്. പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനി ഡിഫൻസ് ഇലക്ട്രോണിക്സും റോക്കറ്റ്, ടെലിസ്കോപ്പ്, ഗൺ, അമ്യുണേഷൻ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഏകദേശം 25 മുതൽ 30% CAGR കൂടിയുള്ള സ്റ്റഡി ഗ്രോത്താണ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 2021 ഒക്ടോബർ 19 ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടിയാണ് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. കഴിഞ്ഞ ദിവസം അപ്പർ സർക്യൂട്ടിലെത്തിയതിനു ശേഷം സ്റ്റോക്ക് ഓവർബോട്ട് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഓവർബോട്ട് ടെറിട്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പാരസ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം 1250 റെസിസ്റ്റൻസും 1000 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. ഡിഫൻസ് സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ബെൽ എന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 304 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ബെൽ എന്ന കമ്പനിക്ക് അദാനി പവറിൽ നിന്നും 7,000 കോടി രൂപയുടെ 2 പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 1200 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് ഛത്തീസ്ഗഡിൻ്റെ റായ്പൂർ ഡിസ്ട്രിക്റ്റിലും UPയിലെ മിർസാപൂർ ഡിസ്ട്രിക്റ്റിലും സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് ബെൽ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ബെൽ എന്ന കമ്പനി ഡിഫൻസ് സെക്ടറിൽ മാത്രമല്ല എൻ്റർപ്രൈസസ്, എനർജി, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് ഹെവി അസറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ബെല്ലിനെ സംബന്ധിച്ചിടത്തോളം 322, 325 തുടങ്ങിയ സോണാണ് പ്രധാന റെസിസ്റ്റൻസ്. 305 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 285 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്